ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻസേഴ്സിനെ പറ്റിയാണ്. ഈ സെൻസർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ മുഴുവൻ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് നമ്മൾ ഒരുപാടെണ്ണം നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആക്ച്വലായിട്ടുള്ള സെൻസേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു തുടങ്ങത്തില്ല. അതിന് മുന്നേ എന്താണ് സെൻസേഴ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു ഐഡിയ കിട്ടണം. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം എന്താണ് സെൻസർ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ മെഷർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻറ്റിനെയോ എക്യുപ്മെൻറ്റിനെയോ ഡിവൈസിനെയോ ആണ് സെൻസർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഫിസിക്കൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മേ ബി ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, സ്പീഡ് ആവാം, ആക്സിലേഷൻ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പാരാമീറ്ററിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻറ്റിനെ അല്ലെങ്കിൽ ആ ഡിവൈസിനെയാണ് നമ്മൾ സെൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഒരു ഡെഫിനേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റാൻഡേർഡ് ഡെഫിനേഷനിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എ സെൻസർ കൺവേർട്സ് എ ഫിസിക്കൽ പാരാമീറ്റർ ഇൻറ്റു എ സിഗ്നൽ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇലക്ട്രിക്കലി. അതായത് ഒരു ഫിസിക്കൽ പാരാമീറ്ററിന് അനുസരിച്ചുള്ള വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നലിനെ മെഷർ ചെയ്ത് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഒരു ഫിസിക്കൽ പാരാമീറ്ററിനനുസരിച്ച് എത്രയാണോ ഫിസിക്കൽ പാരാമീറ്റർ, അത് ടെമ്പറേച്ചർ എത്രയാണോ, പ്രഷർ എത്രയാണോ, സ്പീഡ് എത്രയാണോ എന്ന് അതിനെ ബേസ് ചെയ്ത് ഒരു സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനും 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനും ഡിറ്റക്ട് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നൽ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അത് പ്രകാരം അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് അത് എഴുതി കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസിനെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു തെർമോമീറ്റർ ആക്ച്വലി ഒരു സെൻസറാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണല്ലോ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി ഒരു സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സെൻസർ മേ ബി അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത്, ഇവിടെ ഒരു സിഗ്നൽ എന്ന് പറയുന്നുണ്ട്. ഈ സിഗ്നൽ എന്ന് പറയുന്നത് മേ ബി അത് ഡിജിറ്റൽ സിഗ്നൽ ആവാം, അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ ആവാം. ഈ രണ്ട് സിഗ്നൽ ആയാലും ആ സിഗ്നലിനെ ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ്, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഒരു സിഗ്നലിൻ്റെ ബേസ് ചെയ്തായിരിക്കും. അപ്പം അങ്ങനത്തെ ഡിവൈസസിനെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഇപ്പം ഈ ഒരു ഡിവൈസ് കാണിക്കുന്നു. ഇത് എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നല്ലവണ്ണം അറിയാം. ഇതൊരു തെർമൽ സ്കാനറാണ്. ഇത് ആക്ച്വലി ഒരു സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട്, അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ തെർമൽ സ്കാനർ. ഇതിൽ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചായിരിക്കും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഇതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല, ബോഡിയുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. ഹ്യൂമൻ ബോഡി മാത്രമല്ല, വേറെ എന്ത് എക്യുപ്മെൻ്റ്, എന്ത് ബോഡി പാർട്ടിൻ്റെയും ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാനൊക്കെ ഇൻഡയറക്റ്റ്ലി ഇൻഫ്രാറെഡ് റൈസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നില്ല. അപ്പം അതിനനുസരിച്ച് ഈ ഇൻഫ്രാറെഡ് അനുസരിച്ചുള്ള ടെക്നോളജി അതിനകത്തുണ്ട്, അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് അത് സെൻസ് ചെയ്യുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നു. എന്നിട്ട് അത് ഈ ഡിജിറ്റൽ മീഡിയത്തിലൂടെ അത് മെഷർ ചെയ്ത് അതിൻ്റെ റീഡിങ് എത്രയാണെന്ന് കാണിക്കുന്നു. അപ്പം ഇത് ആക്ച്വലി ഒരു ടെമ്പറേച്ചർ സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെർമൽ സ്കാനർ ഇത് ഒരു ടെമ്പറേച്ചർ സെൻസർ തന്നെയാണ്. ഇവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സിഗ്നലാണ്. ആ ഇലക്ട്രിക് സിഗ്നലിനെ ബേസ് ചെയ്താണ് ആ റീഡിങ് അതിവിടെ എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരെണ്ണം, ഇത് നമ്മുടെ മെക്കാനിക്കലുകാർക്ക് നല്ലവണ്ണം പരിചയമുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും. ബോർഡൻസ് പ്രഷർ ഗേജ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ ഫിഗേഴ്സും ഇൻറ്റേർണൽ ആയിട്ടുള്ള വർക്കിങ്ങും എല്ലാം നിങ്ങൾ ഒരു പക്ഷേ തെർമൽ എഞ്ചിനീയറിങ്ങിലൊക്കെ പഠിച്ചു കാണും. ഇത് തെർമൽ എഞ്ചിനീയറിങ്ങിലും ഹൈഡ്രോളിക് മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇത് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റാണ്. അതിൻ്റെ പ്രഷർ വേരിയേഷൻ വരുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഈ റീഡിങ്, ട്യൂബിൻ്റെ എൻലാർജ്മെൻറ്റും അതിൻ്റെ കോൺട്രാക്ഷനും ബേസ് ചെയ്തായിരിക്കും ഈ റീഡിങ്ങിലുള്ള നീഡിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റീഡിങ് നമുക്ക് മാനുവലായിട്ട് വായിച്ചെടുക്കാൻ ഒക്കും. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അനലോഗ് സിഗ്നലാണ്. ഇത് ഇലക്ട്രിക് സിഗ്നൽസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അനലോഗ് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതനുസരിച്ച് പ്രഷർ എത്രയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രഷർ ഗേജാണ്. ഇതും
സെൻസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. ഇതും ഒരു സെൻസർ തന്നെയാണല്ലോ, പ്രഷർ സെൻസറാണ് ഈ കാണുന്നത്. ഇനി ഞാൻ വേറെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഡിവൈസിലുള്ള സെൻസേഴ്സിനെ പറ്റി ഞാൻ പറയാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു മൊബൈൽ ഫോണിലുള്ള സെൻസേഴ്സ്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ കാണും. അതിലെല്ലാം ഏകദേശം ഈ കാണുന്ന സെൻസേഴ്സ് എല്ലാം കാണും. ഇപ്പോൾ ഇവിടെ ഞാൻ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 3, 6, 7, 8, 9, 11, 12ഓളം സെൻസേഴ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 12 സെൻസേഴ്സും അതിലുണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്നാലും നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ട ഒരു 7 സെൻസേഴ്സ് എന്തായാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കാണും. ഈ സെൻസേഴ്സ് ഇവിടെ പറയുന്ന അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇത് ആക്ച്വലി ഓരോന്നും ഓരോ ചെറിയ ചിപ്പാണ്, ഓരോ മൈക്രോ ചിപ്പ് എന്ന് പറയാം. ആ ചിപ്പാണ് അതിൻ്റെ ഫങ്ഷൻ അത് ചെയ്യുന്നത്. GPS ആൻറ്റിന എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ, ലൊക്കേഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ബാരോമീറ്റർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റിയും പ്രഷറും മെഷർ ചെയ്തെടുക്കാനാണ് ബാരോമീറ്റർ. അതും ഒരു മൈക്രോ ചിപ്പ് ആയിരിക്കും. ഹാർട്ട് റേറ്റ് സെൻസർ, വളരെ കൂടിയ സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ ഹാർട്ട് റേറ്റ് സെൻസർ കാണും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൗണ്ട് ചെയ്തെടുക്കാനുള്ള സെൻസർ. പിന്നെ ബയോമെട്രിക് സെൻസർ, ഇതിൽ ഉള്ളത് നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും കാണും. ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതുപോലെ തന്നെ IR സ്കാനറുണ്ട്, ഐറിസ് സ്കാനറുണ്ട്. സാംസങ്ങിൻ്റെ കൂടിയ ഫോണിലെല്ലാം ഐറിസ് സ്കാനറുണ്ട്, അതായത് നമ്മുടെ ഐസ് ആയിരിക്കും അത് സ്കാൻ ചെയ്യുന്നത്. ഇത് ഇൻഫ്രാറെഡ് സ്കാനർ, റെഡ്മി ഫോൺസിലെല്ലാം ഇൻഫ്രാറെഡ് സ്കാനർ കാണും. ഇതെല്ലാം സെൻസറുകളാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺ ഉണ്ട്. ഇതെന്തിനാണെന്ന് അറിയാമല്ലോ, നമ്മൾ സംസാരിക്കുന്നത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ മൈക്രോഫോൺ ഉള്ളത്. അതും ഒരു സെൻസർ തന്നെയാണ്, നമ്മുടെ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സെൻസറാണ് ഈ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അതുപോലെ ടച്ച് സ്ക്രീൻ, അതും സെൻസർ തന്നെയാണ്. നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ ഒരു സെൻസറാണ്. പെഡോമീറ്റർ, നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യണം, നമ്മൾ നടക്കുമ്പോൾ ഉള്ള അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാനാണ് പെഡോമീറ്റർ എന്ന് പറയുന്ന സെൻസർ. ഇത് ടെമ്പറേച്ചർ സെൻസർ അറിയാമല്ലോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, ബാറ്ററിയുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ, അതിൻ്റെ കൂടെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ടെമ്പറേച്ചർ സെൻസർ. പിന്നെ അതുപോലെ തന്നെ ആക്സിലറോമീറ്ററും ഗൈറോസ്കോപ്പ്, ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ ഗെയിംസൊക്കെ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ PUBG അല്ലെങ്കിൽ റേസിംഗ് ഗെയിംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ സെൻസേഴ്സിൻ്റെയൊക്കെ കോർഡിനേഷൻ ഉപയോഗിച്ചാണ്. പിന്നെ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്. പ്രോക്സിമിറ്റി സെൻസർ എന്താണെന്ന് അറിയാമോ? ഇത് ആക്ച്വലി നമ്മുടെ സിലബസിലുള്ളതാണ്, പഠിക്കാനുള്ളതാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ. പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഐഫോണിലാണ് വന്നതെന്ന് തോന്നുന്നു. ഈ ടച്ച് സ്ക്രീനുള്ള ഫോണ് ചെവിയുടെ അടുത്തോട്ട് കൊണ്ടുചെല്ലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആകുമല്ലോ, അത് ഈ പ്രോക്സിമിറ്റി സെൻസർ ഉള്ളതുകൊണ്ടാണ്. കാരണം അതിൻ്റെ ഇയർ പീസിൻ്റെ, ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിലായിരിക്കും ഇയർ പീസ്, അതായത് നമ്മുടെ ചെവിയിൽ വയ്ക്കുന്ന ആ പോർഷൻ, ആ സ്പീക്കർ, ചെറിയ സ്പീക്കർ എന്നുള്ളത്, അതിൻ്റെ അടുത്തായിട്ട് തന്നെയായിരിക്കും ഈ പ്രോക്സിമിറ്റി സെൻസറും ഉള്ളത്. നമ്മുടെ ചെവിയുടെ അടുത്തോട്ട് കൊണ്ടുചെല്ലപ്പോഴേക്കും ഒരു സർട്ടൺ ഡിസ്റ്റൻസിനകത്ത് നമ്മുടെ ബോഡി എത്തപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായി ആ സെൻസർ ആക്ടിവേറ്റ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ സെൻസറിൻ്റെ പ്രോക്സിമിറ്റിയിൽ, അതിൻ്റെ റേഞ്ചിനകത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ ആ സെൻസർ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതേ പ്രോക്സിമിറ്റി സെൻസർ തന്നെയാണ് നമ്മുടെ കാറിൻ്റെ ബമ്പറിലൊക്കെ വെച്ചിട്ടുള്ളത്. അതായത് റിവേഴ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസർ. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാറിൻ്റെ റിവേഴ്സ് എടുക്കുമ്പോൾ ബമ്പറും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനായിട്ട് ഒരു സർട്ടൺ ഡിസ്റ്റൻസിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അത് സൗണ്ട് വരും, അതായത് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതെല്ലാം പ്രോക്സിമിറ്റി സെൻസറാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ കോമ്പസ് ഉണ്ട്, ഡയറക്ഷൻ ഏതാണ് തിരിച്ചറിയാനുള്ളത്. പിന്നെ ആംബിയൻ ലൈറ്റ് സെൻസർ, നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ആംബിയൻ ലൈറ്റ് സെൻസർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതെല്ലാം, ഇങ്ങനത്തെ സെൻസേഴ്സ് എല്ലാം നമ്മുടെ മൊബൈൽ ഫോൺസിലുണ്ട്. ഇതിൽ പല സെൻസേഴ്സും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള ടെക്നോളജി എന്താണെന്ന് നമ്മൾ പഠിക്കും. നമ്മുടെ മൊബൈൽ ഫോൺസിൽ ആ ടെക്നോളജി ഒന്നും ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാം ചെറിയ മൈക്രോ ചിപ്പുകളാണ്. ആക്ച്വലി ഈ സെൻസറുകൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ മൈക്രോ ചിപ്പുകളാണ്, വളരെ ചെറിയ സ്മോൾ സൈസിലുള്ള ചിപ്പുകളായിരിക്കും ഈ കമ്പോണൻറ്റുകളെല്ലാം. അപ്പം ഇതൊക്കെയാണ് സെൻസർ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന എലമെൻസിനെയാണ് സെൻസർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഫുള്ള് പഠിക്കാനുള്ളത്. ഇത് കുറച്ച് ഫോട്ടോസാണ്, ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, പല ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്നുള്ള സംഭവം. ഇതാണ് പ്രോക്സിമിറ്റി സെൻസർ. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള പ്രോക്സിമിറ്റി സെൻസർ എന്തായാലും ഇതായിരിക്കത്തില്ലല്ലോ, അത് നിങ്ങൾക്ക് നല്ലോണം അറിയായിരിക്കും. എന്നാൽ കാറിൻ്റെ ബമ്പറിലൊക്കെ വയ്ക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ മേ ബി ഇതായിരിക്കും. അപ്പം ഇത് ഓരോ ടൈപ്പ് ഓഫ് സെൻസറാണ്. ഇപ്പോൾ കളർ സെൻസർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആവണമെന്നില്ല, പല ടൈപ്പിലും പല ഷേപ്പിലും എല്ലാം കളർ സെൻസർ വരും. ഇതൊരു ജനറൽ ഫോം അന്ന് മാത്രമേ ഉള്ളൂ. ടച്ച് സെൻസർ, ഇത് ടച്ച് സെൻസർ, അത് പിന്നെ ഇത് ഗൈറോസ്കോപ്പ്. ഇങ്ങനത്തെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ചെറിയ ഒരു
എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ചെറിയ ചിപ്പുകളാണ്, മിക്കതും ചെറിയ മൈക്രോ ചിപ്പുകളും കാര്യങ്ങളൊക്കെയാണ്, വലിയ ഷേപ്പും സൈസും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം ഓരോ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനുള്ള, ഇത് തെർമിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതാണ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സെൻസറാണ്. അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിനുള്ള ചില സെൻസേഴ്സിൻ്റെ മോഡൽസാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചെറിയ ചെറിയ ചിപ്പുകളാണ്. അപ്പം ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. സൈസൊക്കെ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഡിഫറെൻറ്റ് ടെക്നോളജി ഉള്ള സെൻസേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. പക്ഷേ ആക്ച്വൽ സിനാരിയോയിൽ, പ്രാക്ടിക്കൽ കേസിൽ വേറെ ടെക്നോളജിയിലുള്ള സെൻസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നാലും നമ്മൾ സെൻസേഴ്സിൻ്റെ കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതും ടെക്സ്റ്റ് ബുക്കിലുള്ള ടെക്നോളജി എന്താണോ അത് ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻസേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇനി സെൻസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. 4 ടൈപ്പായിട്ട് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4ൽ അതിൽ കൂടുതലുണ്ട്, ഞാൻ 4 ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. മേ ബി ഇത് 3-4 മാർക്സിന് ചോദിച്ചെന്നിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ്. ആദ്യത്തേത് ബേസ്ഡ് ഓൺ പവർ റിക്വയർമെൻറ്റ്. ഇത് ഈ ക്ലാസിഫിക്കേഷനെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് സെൻസറും പാസീവ് സെൻസറും. ആക്റ്റീവ് സെൻസർ എന്ന് പറഞ്ഞാൽ ആ സെൻസർ വർക്ക് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ പവർ സോഴ്സിൻ്റെ ആവശ്യമില്ല. എക്സ്റ്റേണൽ പവർ സോഴ്സ് ഇല്ലാതെ തന്നെ ആ സെൻസർ വർക്ക് ചെയ്തോളും. അത് എന്ത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, മേ ബി അതിൽ നിന്ന് തന്നെയായിരിക്കും ആ പവർ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. മേ ബി എന്തെങ്കിലും കറണ്ടോ വോൾട്ടേജോ ഒക്കെ മെഷർ ചെയ്യാനുള്ള ഒരു സെൻസറാണ് എങ്കിൽ അതിൽ നിന്ന് തന്നെ മെഷർ ചെയ്യുന്ന അത് ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ പവർ ജനറേറ്റ് ചെയ്ത് ആ സെൻസർ വർക്ക് ചെയ്തോളും. അപ്പം അങ്ങനത്തെ എക്സ്റ്റേണൽ പവർ സോഴ്സ് ആവശ്യമില്ലാത്ത സെൻസേഴ്സിനെ ആക്റ്റീവ് സെൻസർ എന്ന് പറയും. അതേസമയം എക്സ്റ്റേണൽ പവർ സോഴ്സ് വേണ്ട സെൻസേഴ്സിനെ പാസീവ് സെൻസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ പാസീവ് സെൻസർ വർക്ക് ചെയ്യണമെങ്കിൽ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പവർ സോഴ്സ് ആവശ്യമുണ്ട്, അതായത് ബാറ്ററിയോ അല്ലെങ്കിൽ AC പവർ സപ്ലൈ ആവശ്യമുണ്ട് ആ സെൻസർ വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ പാസീവ് സെൻസർ എന്ന് പറയും. അപ്പം ബേസ്ഡ് ഓൺ പവർ റിക്വയർമെൻറ്റ് 2 എണ്ണം ഉണ്ട്, ആക്റ്റീവ് സെൻസറും പാസീവ് സെൻസറും. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ. ഈ സെൻസറിൽ നിന്ന് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ കണ്ടു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആണ് എങ്കിൽ അതിനെ ഡിജിറ്റൽ സെൻസർ എന്നായിരിക്കും പറയുന്നത്. ഇലക്ട്രിക് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ ഡിജിറ്റൽ സെൻസർ എന്ന് പറയും. എന്തെങ്കിലും അനലോഗ് സെൻസർ അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സിഗ്നലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ അനലോഗ് സെൻസർ എന്നും പറയും. നമ്മൾ നേരത്തെ കണ്ട ബോർഡൻസ് പ്രഷർ ഗേജ് എന്ന് പറയുന്ന ആ ഡിവൈസ് അത് ആക്ച്വലി ഒരു അനലോഗ് സെൻസറാണ്. അതുപോലെ തന്നെ നമ്മുടെ മെർക്കുറി ബാരോമീറ്റർ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെർക്കുറി തെർമോമീറ്ററുണ്ട്. അപ്പം ആ മെർക്കുറി തെർമോമീറ്റർ അത് അങ്ങനത്തെ ഡിവൈസ് അല്ലെങ്കിൽ മെർക്കുറി മാനോമീറ്റർ ഒക്കെ ആണെങ്കിൽ അതെല്ലാം അനലോഗ് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അതിൽ ഇലക്ട്രിക് സിഗ്നലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അനലോഗ് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് മെക്കാനിക്കൽ സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു അനലോഗ് സെൻസർ എന്ന് പറയും. അതേസമയം എന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷനോ റെസിസ്റ്റൻസ് വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് സിഗ്നലാണ് ആ സെൻസറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ ഡിജിറ്റൽ സെൻസർ എന്നും പറയും. അതാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺവേർഷൻ ഓഫ് എ പാരാമീറ്റർ ടു ആൻ ഇലക്ട്രിക്കൽ പാരാമീറ്റർ. ഇതിൻ്റെ അകത്ത് 2 എണ്ണമുണ്ട്, പ്രൈമറി സെൻസറും സെക്കൻഡറി സെൻസറും. ഈ പ്രൈമറി സെൻസർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സിഗ്നലാവും. ആ സിഗ്നലിനെ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ റീഡിങ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ സെൻസേഴ്സിനെയാണ് പ്രൈമറി സെൻസർ എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് സിഗ്നൽ ഒരു ഇലക്ട്രിക് ആയിരിക്കും. അതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് അതിനെ മെഷർ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അങ്ങനത്തെ സെൻസേഴ്സിനെ പ്രൈമറി സെൻസർ എന്ന് പറയും. അതേസമയം ഒരു ഇലക്ട്രിക് സിഗ്നൽ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റെന്തെങ്കിലും അനലോഗ് സിഗ്നലാണ് ഒരു സെൻസറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ കിട്ടുന്ന സെൻസറിനെ നമ്മൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ സെൻസറാണെങ്കിൽ അതിനെ സെക്കൻഡറി സെൻസർ എന്ന് പറയും. അതായത് ഈ സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അനലോഗ് സിഗ്നലായിരിക്കും. അതിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ സെൻസേഴ്സിനെ സെക്കൻഡറി സെൻസർ എന്ന് പറയും. ഇലക്ട്രിക് സിഗ്നൽ തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ പ്രൈമറി സെൻസർ എന്നും പറയും. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ കൺവേർഷൻ ഓഫ് എ പാരാമീറ്റർ ടു ആൻ ഇലക്ട്രിക്കൽ പാരാമീറ്റർ എന്ന് പറയുന്ന സംഭവം. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പാരാമീറ്റർ മെഷേർഡ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്.
ഇപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ആ മെഷർ ചെയ്യുന്ന സെൻസറിനെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എന്ന് പറയും. പ്രഷർ മെഷർ ചെയ്യാനുള്ള സെൻസറിനെയാണ് പ്രഷർ സെൻസർ എന്ന് പറയും. വെലോസിറ്റിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി സെൻസർ എന്ന് പറയും. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സെൻസറിനെ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയും. അങ്ങനെ ലൈറ്റ് സെൻസ് ചെയ്യുന്ന സെൻസറാണെങ്കിൽ ലൈറ്റ് സെൻസർ എന്ന് പറയും. പ്രോക്സിമിറ്റി ആണെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയും. അപ്പം എന്ത് പാരാമീറ്റർ ആണോ മെഷർ ചെയ്യുന്നത്, എന്ത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്ത് ആ സെൻസറിനെ ആ പേര് വിളിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതൊരു 10 മാർക്കിലൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. 3-4 മാർക്സിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഉള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സെൻസറും ട്രാൻസ്ഡ്യൂസറും. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ സെൻസർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, ചില ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ട്രാൻസ്ഡ്യൂസർ എന്നായിരിക്കും. രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ സെൻസറും ട്രാൻസ്ഡ്യൂസേഴ്സും ചില ടെക്സ്റ്റ് ബുക്കിൽ സെൻസർ എന്ന വാക്ക് ഉപയോഗിക്കും, മറ്റ് ചില ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കും. ഇപ്പം രജപുത്തിലാണെങ്കിൽ 2 വാക്കും ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക്കലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ, ഈ സെൻസർ എന്ന് പറയുന്ന വേർഡ് സാധാരണ അമേരിക്കൻ, അതായത് യു എസിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് യൂറോപ്പ് റീജിയനിലുള്ള കൺട്രീസിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടി. ആക്ച്വലി സെൻസർ ആയിരുന്നാലും ട്രാൻസ്ഡ്യൂസർ ആയിരുന്നാലും രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അമേരിക്കയിലുള്ള ആ റീജിയനിലൊക്കെ ആണെങ്കിൽ സെൻസർ എന്ന് വിളിക്കുന്നു, യൂറോപ്പിലാണെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു. ആ ഒരു ഡിഫറൻസ് ആണ് ചില ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, സെൻസറും ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള വ്യത്യാസം. വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ സെൻസറും ട്രാൻസ്ഡ്യൂസറും തമ്മിൽ കാര്യമായൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്തെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതൊരു എക്യുപ്മെൻ്റ് അല്ല, അതൊരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. എക്യുപ്മെൻ്റ് തന്നെ അതൊരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ സിസ്റ്റത്തിലുള്ള ഒരു എലമെൻറ്റ് മാത്രമാണ് ഈ സെൻസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടായിരുന്നു, തെർമൽ സ്കാനർ, ഈ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു. ഇതൊരു ഡിവൈസാണ്. ഈ ഡിവൈസിൻ്റെ അകത്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു മൈക്രോ ചിപ്പ് ഉണ്ട്. അതാണ് ആക്ച്വൽ ആയിട്ടുള്ള സെൻസർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ചെറിയൊരു എലമെൻറ്റ് കാണും. അതിൽ നിന്നായിരിക്കും ഇൻഫ്രാറെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൽ നിന്ന് ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തായിരിക്കും ടെമ്പറേച്ചർ എത്രയാണെന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കോറായിട്ടൊരു എലമെൻറ്റ് കാണും. ആ എലമെൻറ്റിനെയാണ് ആക്ച്വൽ സെൻസർ എന്ന് വിളിക്കുന്നത്. ആ സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ബേസ് ചെയ്താണ് ഈ ഡിസ്പ്ലേയിൽ റീഡിംഗ് എല്ലാം കാണിക്കുന്നത്. മാത്രമല്ല ആ സെൻസർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇൻഫ്രാറെഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചേർന്ന ഈ ഒരു ഡിവൈസിനെ, ഈ ഒരു സിസ്റ്റത്തിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു. അതേസമയം അതിൻ്റെ കോറായിട്ടുള്ള ഈ ട്രാൻസ്ഡ്യൂസർ, ഈ എക്യുപ്മെൻറ്റിൽ തന്നെ ഒരു ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്ന ഒരു മൈക്രോ ചിപ്പ് ഉണ്ട്. അതിനെ, ആ എലമെൻറ്റിനെ മാത്രം സെൻസർ എന്ന് വിളിക്കുന്നു. അതായത് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റവും ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റുമാണ് സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസർ എന്നൊരു ചെറിയ കൺസെപ്റ്റും ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബിഗർ കൺസെപ്റ്റും എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് ഇത് ഈ സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യാനുള്ളതും സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാനുള്ള ചിപ്പുകളെല്ലാം കാണും. അതായത് സിസ്റ്റംസ് എല്ലാം കാണും. അതിൻ്റെ സിഗ്നൽ ക്യാപ്ചർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണും. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിലെയും സർക്യൂട്ട്സിനെ എല്ലാം ചേർത്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ കമ്പോണൻറ്റ്, ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ആക്ച്വൽ എലമെൻറ്റ്, അതിനെ സെൻസർ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അതായത് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ചെറിയൊരു എലമെൻ്റാണ് സെൻസർ എന്ന് പറയുന്നത്. പക്ഷേ കാഷ്വലായിട്ട് പറയുമ്പോൾ നമ്മൾ സെൻസറിനെയും ട്രാൻസ്ഡ്യൂസറിനെയും ഒരേപോലെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഇതിനെയും ട്രാൻസ്ഡ്യൂസർ, ഇത്രയും സെൻസേഴ്സിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ തന്നെ വേണമെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്നും വിളിക്കാം, അത് തെറ്റൊന്നുമില്ല. എന്നാൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ മൊത്തം സിസ്റ്റത്തിനാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള എലമെൻറ്റിനെയാണ് സെൻസർ എന്ന് വിളിക്കുന്നത്. ആ സെൻസറാണ് ആക്ച്വലായിട്ട് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻസറും ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഒന്നും എക്സാമിൽ ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം ചില ടെക്സ്റ്റ് ബുക്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നും പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സംഭവം സെൻസർ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില യൂറോപ്യൻ കൺട്രീസിലുള്ള ടെക്സ്റ്റ് ബുക്സിലാണെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ സെൻസർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് സെൻസറും ട്രാൻസ്ഡ്യൂസറും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഓരോ സെൻസേഴ്സായിട്ട് പഠിച്ചു തുടങ്ങും. നമ്മുടെ സിലബസിലുള്ള ഓരോ സെൻസേഴ്സായിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഇത്രയാണ് സെൻസേഴ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.